ഹായ് നമസ്കാരം. എൻ്റെ പേര് മജീന്ദ്രൻ എന്നാണ്. ഞാൻ സ്പാർക്ക് ഇൻഡസ്ട്രിയിലെ പ്രൊപ്പറേറ്ററാണ്. ഇതെൻ്റെ ഫേമാണ്. ഇത് ഇഞ്ചക്ഷൻ മോൾഡിംഗ് മെഷീൻസ് ഉണ്ട്. അതായത് പ്ലാസ്റ്റിക്കിന്റെ ഫിറ്റിംഗ്സ് ആണ് ഇവിടെ മെയിൻ ആയിട്ട് ഉണ്ടാകുന്നത്. സ്പാർക്ക് ഇൻഡസ്ട്രി സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇതൊരു പ്ലാസ്റ്റിക്കിന്റെ ഫിറ്റിംഗ്സ് ഉണ്ടാക്കുന്ന ഒരു മാനുഫാക്ചറിങ് ചെറിയ യൂണിറ്റ് ആണ്. ആക്ച്വലി ഇതിൽ നമ്മള് ഫിറ്റിംഗ്സ്, ടാപ്പ്, ഹോസ് കണക്ടർ, ഇഞ്ചക്ഷൻ മോൾഡിങ്ങിലെ മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഇവിടെ ഉണ്ടാക്കിയെടുക്കലാണ്. അതാണ് സ്പാർക്ക് ഇൻഡസ്ട്രീസ്. ഇതെന്റെ സ്വപ്നമാണ്. ഇതില് യാഥാർത്ഥ്യമാക്കാൻ കുറെ കടമ്പകളും വന്നിട്ടുണ്ട്. എന്റെ പ്രൊഫഷൻ ഞാൻ പറയുകയാണെങ്കിൽ, ഞാൻ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിലെ മെക്കട്രോണിക്സ് ഡിപ്പാർട്ട്മെന്റിലെ ഒരു അധ്യാപകനാണ്. അപ്പൊ ഞാൻ ടീച്ചിങ് കമ്മ്യൂണിറ്റിയിൽ എന്താ വെച്ചെങ്കിൽ എനിക്ക് കാലത്ത് 9 മണിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് വൈകിട്ട് നമുക്ക് 4 മണിയോട് കൂടി നമ്മുടെ അക്കാഡമിക് വർക്കിംഗ് കഴിയാണ്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമുക്ക് എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് ചെയ്യണം. അപ്പൊ എഞ്ചിനീയറിംഗ് ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് അഡീഷണൽ ആയിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യുന്ന സെർച്ച് ചെയ്തുകൊണ്ട് നോക്കുന്ന സമയത്താണ് നമുക്ക് ഇങ്ങനെ പഠിച്ച മെത്തേഡിൽ നമുക്ക് ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യാലോ എന്ന് ചിന്തിച്ചത്. അതിന് പറ്റിയ സ്ഥലം കേരളം പോലുള്ള ഈ സ്ഥലത്ത് എന്താ കാരണം വെച്ചെങ്കിൽ, നമ്മുടെ വീടും നമ്മുടെ ചുറ്റുപാടിലും ആണെങ്കിൽ നമുക്ക് ഒന്നും കൂടി നമ്മുടെ ഒരു ഹോംലി അറ്റ്മോസ്ഫിയർ ഫ്രീ ആവാൻ പറ്റും. പിന്നെ നമുക്ക് എല്ലാം സപ്പോർട്ടീവ് ആണ്. എല്ലാ മെക്കാനിസം ഗവൺമെന്റ് അനുസരിച്ച് പഞ്ചായത്തിൽ നല്ല സപ്പോർട്ടീവ് ആണ്. അതുകൊണ്ട് തന്നെ അത് ചൂസ് ചെയ്യാനും കാരണം വൺ ഓഫ് ദി ചൂസ് ചെയ്യാൻ മെത്തേഡ് അത് തന്നെ. പിന്നെ എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട് ആയതുകൊണ്ട് എനിക്ക് ഈ മെത്തേഡിലൂടെ എനിക്ക് മെഷീനിനും അതിനോട് താല്പര്യമുണ്ട്. അങ്ങനെ ഇതിന് എടുത്താണ് സാർ. ഇത് ശരിക്കും പറഞ്ഞാൽ എന്റെ ബാക്ക്ഗ്രൗണ്ട് പറയുന്നത്, ഇത് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് 2017 ശരിക്കും 2010 ആ കാലഘട്ടങ്ങളിൽ ഞാൻ കൊളപ്പള്ളി ഭാഗത്താണ് ഉണ്ടായിരുന്നത്. അവിടെ ഉണ്ടാക്കിയതെന്ന് പറഞ്ഞാൽ പൈപ്പ്, സാധാ വാട്ടർ പൈപ്പുകളുണ്ടോ, 1.5 ഇഞ്ച് മുതൽ 12 ഇഞ്ച് വരെ പൈപ്പുകളിനെ നമ്മൾ മാനുവലി കട്ട് ചെയ്ത് ബെൻഡ് ആക്കിയിട്ട് 2 സൈഡ് സോക്കറ്റ് ആക്കിയിട്ട് കൊടുക്കുമായിരുന്നു. അതിന്റെ പേര് ബെൻഡാണ്. അങ്ങനെയാണ് ഉണ്ടാക്കിയിരുന്നത്. ആ ആശയം അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് 2-3 വർഷം കഴിഞ്ഞപ്പോൾ അവിടെ ചെറിയൊരു മെഷീനും കൂടി, ഒരു പ്ലഞ്ചർ ടൈപ്പ് മെഷീനും കൂടി ഞാൻ പർച്ചേസ് ചെയ്തു. അന്ന് ഞാൻ ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്തിരുന്നു അവിടെ. സാർ, ഞാൻ അതിനൊരു ആൻസർ പറഞ്ഞു, നമുക്ക് എപ്പോഴും ഡെയിലി ആവശ്യങ്ങളിൽ പെട്ട ഐറ്റങ്ങൾ ഞാൻ സെർച്ച് ചെയ്തിരുന്നു. എന്തൊക്കെ നമുക്കൊരു പ്ലാസ്റ്റിക്കിൽ എപ്പോഴും ആവശ്യം ഉണ്ടാവുന്നു. അന്നേരം സെർച്ച് ചെയ്താണ് നമുക്ക് വീട്ടിലേക്ക് വേണ്ട പല കാര്യങ്ങളും ഇവിടെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അതിൽ പെട്ടതായിരുന്നു ഹോസ് കണക്ടേഴ്സ്. സിംപ്ലി പറഞ്ഞ 2 ഹോസിനെ കണക്ട് ചെയ്യാനാണ്, പൊട്ടിപ്പോയാലും ജോയിന്റ് ചെയ്യാൻ വേണ്ട സാധനം ഹോസ് കണക്ടർ. എന്റെ ആദ്യത്തെ പ്രൊഡക്റ്റ് ഹോസ് കണക്ടർ ആയിരുന്നു. അങ്ങനെയാണ് ആ പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് ഞാൻ ചൂസ് ചെയ്തത്. എന്നിട്ട് മാർക്കറ്റില് നമ്മുടെ സെയിൽസ് ആൾക്കാരൊക്കെ നമ്മൾ സമീപിച്ചിരുന്നു. എന്നിട്ട് അവരുടെ ഫീഡ്ബാക്കും കൂടി എടുത്തുകൊണ്ട് ആഡ് ഓൺ ചെയ്തു. ഓരോ പ്രൊഡക്റ്റുകൾ ഞങ്ങൾ അവരുടെ ഫീഡ്ബാക്കിന്റെ ഭാഗമായിട്ട് ആഡ് ചെയ്ത് കൊണ്ടുവന്നതാണ്. അങ്ങനെയാണ്. റൈറ്റ് നൗ ഏകദേശം 8-9ഓളം പ്രൊഡക്റ്റുകൾ ഇവിടെ ഉണ്ടാക്കാൻ പറ്റും. പ്ലാസ്റ്റിക്കിന്റെ ഫിറ്റിംഗ്സ് ഞാൻ പറഞ്ഞല്ലോ, ത്രെഡഡ് എൻഡ് ക്യാപ്പ്, അത് ലോങ് ഉണ്ട്, ഷോർട്ട് ഉണ്ട്. ഞാനത് കാണിച്ചു തരാം. ഐറ്റംസ് ലോങ് ഉണ്ട്, ഷോർട്ട് ഉണ്ട്. പിന്നെ ഉള്ളത് നമ്മുടെ വാൾ പ്ലഗുകൾ പല സൈസ്, 5 mm 6 mm മുതൽ അതിന് കുറച്ച് ഇത് വരുന്നുണ്ട്. അതൊക്കെ ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഹോസ് കണക്ടേഴ്സ് ചെറിയ 1/2 ഇഞ്ചും 1 ഇഞ്ച്, അങ്ങനെ കുറെ വെറൈറ്റീസ് ഹോസ് കണക്ടേഴ്സ് ഒക്കെ ഉണ്ട്. അങ്ങനെയൊക്കെയാണ് വരുന്നത്. പിന്നെ ഈ സെഗ്മെന്റിൽ പെടാതെ നമ്മുടെ കർട്ടൻ ഫിറ്റിംഗ്സുകൾ, കർട്ടന് വേണ്ട റിംഗ് ആയാലും ശരി, ഹൈലൈറ്റ് റിംഗ് ആയാലും ശരി, അതിന്റെ ലോക്കുകളൊക്കെ, അതേപോലെ റണ്ണറിന്റെ ഇത്, പിന്നെ ഹുക്കുകളൊക്കെ ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. ഇത് സെയിൽസ് എന്ന് പറഞ്ഞാൽ ശരിക്കും അതൊരു വലിയ നല്ലൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. എനിക്ക് എന്റെ എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട് എനിക്ക് പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കാൻ പറ്റിയിരുന്നു. പക്ഷെ പ്രൊഡക്റ്റിനെ നമുക്ക് എങ്ങനെ മാർക്കറ്റ് ചെയ്യുന്ന പറ്റിയ കൂട്ടി ഞാൻ ചിന്തിച്ചപ്പോ എനിക്ക് ടൈം കൺസ്ട്രെയിൻ വലിയ കാര്യമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഓൾറെഡി ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പൊ അതിന് ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ സുഹൃത്തുക്കള് എല്ലാവരും കൂട്ടായ്മയുടെ സുഹൃത്തുക്കളെ അറിയിച്ചിട്ട് ഞാൻ ഇങ്ങനെ സംരംഭം ഉണ്ടായിരുന്നു, അത് ഇന്ന പ്രൊഡക്റ്റുകളാണ്. തുടക്കത്തിൽ ഞാൻ എന്താ വെച്ചാൽ അവർക്കൊക്കെ ഞാൻ ഇത് കൊടുത്തിരുന്നു, അതായത് ഇൻട്രൊഡ്യൂഷൻ ചെയ്യാനായിട്ട്. അപ്പൊ അവര് പോയിട്ട് കടകളിൽ സെർച്ച് ചെയ്തിട്ട് അത് നല്ല പോസിറ്റീവ് ഫീഡ്ബാക്ക് കിട്ടിയിരുന്നു. അങ്ങനെ കിട്ടിയതുകൊണ്ട് എനിക്ക് പ്രൊഡക്റ്റിൽ മെല്ലെ മെല്ലെ മൂവ് ചെയ്യാൻ പറ്റി. അങ്ങനെ അതിലേക്ക് ഇറങ്ങി അങ്ങനെ പോയി. അങ്ങനെയാണ് അതിലേക്ക് എത്തിവിടാൻ. ശരിക്കും പറഞ്ഞാൽ അതൊരു പാറ്റൻസി പ്രോബ്ലം ഉണ്ടെങ്കിൽ കൂടി ഞാൻ പറയാണ്, നമ്മുടെ സുപ്രീം പോലുള്ള സുപ്രീം PVC ഫിറ്റിംഗ്സ്, അവരുടെ എന്താ പറയാ, അവരുടെ ക്വാളിറ്റിയും അവരുടെ ഐറ്റത്തിന്റെ ഫിനിഷിങ്ങും ആണ് എനിക്ക് ഒരു പ്രചോദനം നൽകിയത്. അതുകൊണ്ട് തന്നെ അവരുടെ സുപ്രീം എൻഡ് ക്യാപ്പിന്റെ ക്വാളിറ്റിയിലാണ് എനിക്ക് ഉണ്ടാക്കാനുള്ള ഒരു തോന്നിയിരുന്നത്. അപ്പൊ അതിനെന്താ പറയുക, അതിന്റെ തിക്നെസ് ഒക്കെ നല്ല കട്ടികളായിട്ടാണ്. വാൾ തിക്നെസ് പറയുന്ന ഇതാണ്, അതിന്റെ ഭംഗിയുണ്ട്. അങ്ങനെ കുറെ കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിച്ചിരുന്നു. അങ്ങനെ കുറെ ഫിറ്റിംഗ്സിൽ കണ്ട പ്രചോദനത്തിലാണ് ഞാൻ നമ്മുടെ ഐറ്റം ഇതേപോലെ ഉണ്ടാവണം എന്ന് തോന്നിയിട്ട്. ഏതൊരു പ്രൊഡക്റ്റും നമ്മുടെ മാർക്കറ്റില് വൺസ് ഇൻ എ വൈൽ നമുക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അതിന് കോമ്പറ്റീഷൻ എന്തായാലും ഉണ്ടാവും. ഞാൻ ഉദ്ദേശിക്കണമെന്ന് വെച്ചെങ്കിൽ കോംപ്രമൈസ് ചെയ്യും, വേറെ ഒന്നും ഞാൻ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ഒന്നും ചെയ്യില്ല. പിന്നെ എനിക്ക് ഇതിനകത്ത് പ്ലാസ്റ്റിക് സെഗ്മെന്റിൽ ശരിക്കും പറഞ്ഞാൽ അതിന്റെ കളർ അട്രാക്ഷൻ, അതിന്റെ ക്വാളിറ്റി,
അതൊക്കെ ഉണ്ടെങ്കിൽ ഇന്നും നമ്മുടെ ജനവിഭാഗങ്ങൾക്ക് ക്വാളിറ്റീനെ ഇഷ്ടപ്പെടുന്ന ഒരു വിഭാഗം ജനങ്ങളുണ്ട്. അപ്പോൾ അതില് ഒരു കൺസ്ട്രെയിൻ പറഞ്ഞ റേറ്റ് ആയിരുന്നു. നല്ല ക്വാളിറ്റി ഉണ്ടെങ്കിൽ നല്ല റേറ്റ് എന്നുള്ളൊരു കേസ് എന്തോ ആരോ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നല്ല ക്വാളിറ്റിയിൽ മിതമായ റേറ്റിൽ നമുക്ക് കൊടുക്കാൻ മാർക്കറ്റിൽ പറ്റുകയാണെങ്കിൽ ആ സ്ഥാപനം ആ ഐറ്റം പെർട്ടിക്കുലർ ഐറ്റം വിജയിക്കും എന്നുള്ളൊരു കൺസെപ്റ്റാണ് സാറ് കോമ്പറ്റീഷനെ ടാക്കിൾ ചെയ്യുന്നത്. അതായത് നല്ലൊരു ചോദ്യമാണ്. അതിൽ എനിക്ക് പറയാനുള്ളത് എൻ്റെ ഒരു ഭാഗ്യമാണ് ശരിക്കും. എന്താ വെച്ചെങ്കിൽ എൻ്റെ കോളേജിലെ അന്തരീക്ഷമായാലും ശരി, എൻ്റെ കോളേജിലെ സ്റ്റാഫുകളുടെ അത് മാനേജ്മെന്റ് കാഴ്ചപ്പാടായാലും ശരി, നല്ല ഫ്രഷ് മൈൻഡാണ് എല്ലാ കാര്യം. പിന്നെ കുട്ടികൾ നല്ല പൾസുള്ള കുട്ടികളെ നമ്മൾ ഹാൻഡിൽ ചെയ്ത് സംസാരിച്ചുകൊണ്ടും എന്നും ഇടപെടുന്നത് അതൊരു വലിയ ഫാക്റ്റാണ്. എൻ്റെ സ്ട്രെസ് ഒന്നും ഉണ്ടാവില്ല, എനിക്ക് ഭയങ്കര ഫ്രീ ആയിട്ട് നിൽക്കാൻ പറ്റും. രണ്ടാമത്തെ കാര്യം പറഞ്ഞാൽ അതും എൻ്റെ കോളേജിൽ തന്നെ ഞാൻ പറയും. കാരണം വെച്ചെങ്കിൽ ഞങ്ങൾക്ക് ടീച്ചിങ് കമ്മ്യൂണിറ്റിയിൽ ഞാൻ നേരത്തെ പറഞ്ഞു, കാലത്ത് 9 മണിക്ക് നമ്മൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൈകിട്ട് 4:30 വരെ കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ബാക്കി അസൈൻമെന്റുകളൊക്കെ ഉണ്ട് എങ്കിൽ കൂടി നമുക്ക് അക്കാദമിക് ഫംഗ്ഷന്റെ കാര്യം നമുക്ക് മെല്ലെ മാറി നിൽക്കാൻ പറ്റും. ബാക്കി എൻ്റെ ഒരു കൺസെപ്റ്റ് ഉണ്ടോ ഞാൻ ഈ പറയുന്നത്, എല്ലാവരോടും ഞാൻ പറയാൻ, എൻ്റെ മക്കളോട് പറയാൻ, എൻ്റെ പഠിപ്പിക്കുന്ന കുട്ടികളോട് ഞാൻ പറയാൻ. എങ്ങനെ വെച്ചെങ്കിൽ നമ്മൾ അത് കഴിഞ്ഞാൽ ഞാൻ വന്ന വീട്ടിൽ എൻ്റെ ഡെയിലി ലൈഫിൽ പറഞ്ഞെങ്കിൽ വീട്ടിൽ വൈകിട്ട് എത്തിക്കഴിഞ്ഞാൽ കുറച്ചു നേരം പ്രാർത്ഥനാ സമയങ്ങളുണ്ട്, നാമം ചെല്ലൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ചായ കുടി എല്ലാം കഴിഞ്ഞ് ഫ്രഷ് ആയിട്ട് മെയിൽ കഴുകി ഫ്രഷ് ആയിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്റെ കമ്പനി വന്നു കഴിഞ്ഞാൽ ഏകദേശം 6 മണി 6:15 ഞാൻ ഇവിടെ എത്തും. അപ്പൊ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ എന്റെ ഒരു ദിവസം സ്റ്റാർട്ട് ആവാണ് ആക്ച്വലി ഏകദേശം ഒരു 10:30 വരെ ഞാൻ ഇവിടെ എൻഗേജ് ചെയ്യും. ഈ 10:30 എന്ന് പറഞ്ഞാൽ 6 to 10:30 എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ഒരു ദിവസത്തിലെ വേറൊരു ദിവസം കൂടിയാണെന്നാണ് എന്റെ കാഴ്ചപ്പാട്. അങ്ങനെയാണ്. പിന്നെ എന്റെ ഒപ്പം എന്റെ ഫാമിലിയും എല്ലാ കാര്യത്തിലും സപ്പോർട്ടീവാണ്. എന്റെ മക്കളായാലും ശരി, എന്റെ വൈഫായാലും ശരി, എന്റെ അമ്മയായാലും ശരി, എന്റെ അച്ഛനായാലും ശരി. അച്ഛൻ ഇപ്പൊ പ്രസന്റില് അദ്ദേഹം മരണപ്പെട്ടു പോയി. അവരൊക്കെ ഒത്തിരി എന്നെ എല്ലാത്തിലും എല്ലാ രീതിയിലും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് പല കാര്യങ്ങളും. അപ്പൊ അവരൊക്കെ എല്ലാ പോസിറ്റീവ്നെസ് ആണ് എനിക്ക് കിട്ടിയത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത്രയും പോസിറ്റീവായി നിൽക്കുന്നത്. പുതിയ പ്രൊഡക്റ്റിലേക്ക് റിസർച്ച് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ സാർ, മാർക്കറ്റിൽ ഡിമാൻഡ് ഉള്ള സാധാരണക്കാരന് ആവശ്യമുള്ള പ്രൊഡക്റ്റിലേക്ക് ഞാൻ എന്നും നോക്കാറുണ്ട്. പിന്നെ എന്റെ ജേണികൾ, ഞാൻ പല ജേണികൾ എടുക്കുമ്പോഴും എന്റെ ചുറ്റുപാടിലെ സറൗണ്ടിങ്സിൽ ഞാൻ വീക്ഷിക്കുന്നത് പ്ലാസ്റ്റിക്കിൽ എന്തെങ്കിലും ഐറ്റംസ് ഉണ്ടോന്നും പിന്നെ പുതിയ ഐറ്റം ഉണ്ടോന്നും ഞാൻ സെർച്ച് ചെയ്യാറുണ്ട്. അങ്ങനെയാണ് ആ പ്രൊഡക്റ്റിലേക്ക് ഞാൻ ഡീപ്പായി ശ്രദ്ധിക്കും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ അതിനെക്കുറിച്ച് ഓൺലൈനിൽ നന്നായി ശ്രദ്ധിക്കും. അപ്പൊ അതെല്ലാം നമുക്ക് ഇവിടെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ നോക്കും. അങ്ങനെയാണ് ഞാൻ ഓരോ പ്രൊഡക്റ്റിലേക്ക് എത്തുന്നത്. സാർ ഇതിന്റെ പ്രോസസ് ചെയ്ത് പറയുകയാണെങ്കിൽ മെഷീൻസിനെ കുറിച്ച് ഞാൻ ആദ്യം പറയാം. നമ്മുടെ ഈ ഇൻഡസ്ട്രിയിൽ ഇഞ്ചക്ഷൻ മോൾഡിംഗ് മെഷീനാണ് സാധാരണ യൂസ് ചെയ്യുന്നത്. അത് 2 ടൈപ്പ് ഉണ്ട്. ഹൊറിസോണ്ടൽ ടൈപ്പ്, അതായത് ഇങ്ങനെ മൂവ്മെന്റ് ഉള്ളത്, വെർട്ടിക്കൽ ടൈപ്പ് ഇങ്ങനെ മൂവ്മെന്റ് ഉള്ളത്. അതാണ് ഞാൻ സാധാരണക്കാരെ മനസ്സിലാവുന്ന രീതിയിൽ പറയുന്നത്. അങ്ങനെ 2 ടൈപ്പാണ് ഉള്ളത്. അതിൽ തന്നെ ഹൊറിസോണ്ടൽ ടൈപ്പിൽ വെർട്ടിക്കൽ ടൈപ്പിൽ സ്ക്രൂ ടൈപ്പ് മെഷീൻ ഉണ്ട്. അത് സാധാരണക്കാർ പറയുകയാണെങ്കിൽ ഇതിനകത്ത് പ്ലാസ്റ്റിക് ഗ്രാനുൾസ് ആണ് യൂസ് ചെയ്യുന്നത്. ഒന്നുമല്ല, നമ്മുടെ ഈ ഹോപ്പറിൽ ഇപ്പൊ ഈ മെഷീൻ ഫുൾ ഓട്ടോമാറ്റിക് മെഷീനാണ്. ഇതിൽ നമുക്ക് ഈ ഹോപ്പറിൽ പറഞ്ഞ കളക്റ്റീവ് ടാങ്ക് ഉണ്ട്. ഇതിൽ നമ്മൾ പ്ലാസ്റ്റിക് ഗ്രാനുൾസ് നമ്മൾ ഇടും. ജസ്റ്റ് ലൈക്ക് ഒരു ചെറിയ മണി നല്ല ഷൈനിങ് ഉള്ള പ്ലാസ്റ്റിക് ഗ്രാനുൾസ് അതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ ഇതൊരു ഹോളോ പൈപ്പാണ്, മെറ്റൽ പൈപ്പാണ്. സറൗണ്ടിങ്സിൽ ചുറ്റുപോലും നമുക്ക് മെറ്റലിന്റെ കോയിൽ, ഹീറ്റിംഗ് കോയിൽ വെക്കും. അപ്പൊ ഈ ഇതിനകത്ത് കൂടെ നമ്മള് ഉള്ളിൽ കൂടെ, പൈപ്പിന്റെ ഉള്ളിൽ കൂടെ നമ്മൾ പ്ലാസ്റ്റിക് ഗ്രാനുൾസിനെ കടത്തി വിടും. അത് ഞാൻ മാനുവലി പറയാണ്. ആ സമയത്ത് നമുക്ക് ഇതിന്റെ റൊട്ടേഷൻ സ്ക്രൂ തിരിഞ്ഞുകൊണ്ട് കയറ്റിയിട്ട് നമ്മൾ ഇതിന്ന് മറ്റേ എൻഡിലേക്ക് ഹെഡിലേക്ക് എത്തുമ്പോൾ ഒരു സെമി ലിക്വിഡ് സ്റ്റേജിലാണ് ആ പ്ലാസ്റ്റിക് ഉണ്ടാവുക. ആ ലിക്വിഡ് സ്റ്റേജിനെ നമ്മുടെ ഇതിനകത്ത് വിവിധങ്ങളായ ഡൈ നമുക്ക് ഏത് പ്രൊഡക്റ്റിനാണോ വേണ്ടത് ആ ഡൈ ചേഞ്ച് ആണ്. മെഷീൻ കോമൺ ആണ് യൂസ് ചെയ്യുക. നമ്മുടെ പ്രൊഡക്റ്റുകൾ ഡിഫറൻസ് ആണെങ്കിൽ അതിന് ഡൈകൾ പല ഡൈകൾ മാറ്റി വയ്ക്കും. ആ ഡൈയിന്റെ ഷേപ്പ് എങ്ങനെയാണോ ഉണ്ടത് അതാണ് ആ പ്രൊഡക്റ്റിന്റെ ഷേപ്പ്. ആ പ്രൊഡക്റ്റിന്റെ ഷേപ്പിലേക്ക് ഇഞ്ചക്ട് ചെയ്തിട്ട് കുറച്ചു നേരം ഹോൾഡ് ചെയ്ത് മോൾഡിങ് കഴിഞ്ഞിട്ട് നമുക്ക് അതിന്റെ ഫൈനൽ ഔട്ട് ഇവിടെ നിന്ന് നമുക്ക് കളക്ട് ചെയ്തെടുക്കും. ഇതാണ് ഒരു ഓവറോൾ പ്രോസസ്സ്. ഞാനത് സിമ്പിൾ സാധാരണക്കാരൻ മനസ്സിലാവുന്ന രീതിയിലാണ് പറഞ്ഞു. ഇതിന് ടെക്നിക്കാലിറ്റികൾ കുറെ ഉണ്ട്, ഹൈഡ്രോളിക് പ്രിൻസിപ്പിൾ കുറെ ഉണ്ട്. ജസ്റ്റ് അതിന് അങ്ങനെ എഞ്ചിനീയറിംഗ്സിലേക്ക് കടന്നിട്ടില്ല. എന്റെ ഈ അറിവിലേക്ക് ഇങ്ങനെ സാധാരണക്കാരുടെ അറിവിലേക്ക് ഇങ്ങനെയാണ് പ്രോസസ്സ് വരുന്നത്. ഇതാണ് ഹൊറിസോണ്ടൽ മെഷീൻ. വെർട്ടിക്കൽ കാര്യത്തിലേക്ക് അവിടെ 2 മെഷീൻ വേറെ ഉണ്ടായിരുന്നു. നമുക്ക് ഇത് ഞാൻ പരിചയപ്പെടുത്തുന്ന നമ്മുടെ പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കാൻ സഹായിക്കുന്ന മെഷീൻസ് ആണ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വെർട്ടിക്കലും ഹൊറിസോണ്ടലും മെഷീൻ ഉണ്ട്. അതിൽ ഇത് വെർട്ടിക്കൽ പ്ലഞ്ചർ ടൈപ്പ് മെഷീനാണ്. പ്ലഞ്ചർ എന്ന് പറഞ്ഞാൽ മാനുവലി ഓപ്പറേഷൻ ആണ് എല്ലാം ചെയ്യുന്നത്. ഇതിന് ഗ്രാനുൾസ് നമുക്ക് അടുത്ത് വെച്ചിട്ടുണ്ട്. അതിന് നമുക്ക് ഇങ്ങനെ മാനുവലി ഫീഡ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഇഞ്ചക്ട് ചെയ്യുക. ഇതാണ് ഡൈ ഭാഗം. ഡൈയിലേക്ക് ഇഞ്ചക്ട് ചെയ്യും. ഇത് ഇപ്പൊ ഉള്ളത് കട്ടന്റെ ഹൈലൈറ്റ് റിംഗ് ഉണ്ടാക്കുന്ന ഇതാണ് ഉള്ളത്.
ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പറ്റില്ല കഴിഞ്ഞാൽ ഫില്ലായി കഴിഞ്ഞു. ഹോൾഡ് ചെയ്യുക, ജസ്റ്റ് ഇൻസേർട്ട് ചെയ്യുക. ഒക്കെ മാനുവൽ പ്രോസസ്, ലിവർ വെച്ചിട്ടാണ് നീക്കുന്നത്. ജസ്റ്റ് ഡൈ കുറച്ച് കഴിഞ്ഞാൽ ഡൈ ഓപ്പൺ ചെയ്യുക. ഇപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ പ്രൊഡക്റ്റ് വരുന്നത്. ഇത് 4 കാവിറ്റി ആണ് ഉള്ളത്, 4 കാവിറ്റി റിംഗ് ആണ് ഉള്ളത്. ഇങ്ങനെയാണ് അത് മെഷീനിൽ നിന്ന് കിട്ടുക. ചെറിയ ചൂടുണ്ടാവും. ഇപ്പോൾ നമ്മൾ കട്ടർ ഉപയോഗിച്ചിട്ട് നമ്മളതിനെ കട്ട് ചെയ്തിട്ട്, അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് ഇതാണ് നമ്മുടെ ഒരു ഹൈലൈറ്റ് റിങ്. നമ്മുടെ കട്ടനിലുള്ള റിംഗ് ആണ്. ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇങ്ങനത്തെ 4 ബെഞ്ചായിട്ട് ഉണ്ടാവും, 4 ഇതുണ്ടാവുക. അറ്റ് എ ടൈം 4 പ്രൊഡക്റ്റ് ഉണ്ടാവുക. ഇവിടേക്ക് നമുക്ക് എല്ലാം മെഷീനാണല്ലോ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പൊ ഇതിന് ശരിക്കും മാൻ പവർ വേണ്ടെന്നല്ല, പക്ഷെ മാൻ പവറിന്റെ എല്ലാ കാര്യങ്ങളും മെഷീൻ ചെയ്തുകൊണ്ട് സപ്പോർട്ടിങ് മാത്രമേ വേണ്ടൂ. ഇപ്പൊ ഈ മെഷീൻ ആണെങ്കിൽ തന്നെ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടതില്ല. ഫുൾ ഓട്ടോമാറ്റിക് ആണ്. ടൈമിന് ഓണോ ഓഫ് ആയി കഴിഞ്ഞാൽ നമുക്ക് താഴെ കളക്റ്റീവ് മെക്കാനിസം മാത്രമേ വേണ്ടൂ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇതിലെ സംരംഭകരുടെ കൺസേൺ നമ്മുടെ സ്റ്റാഫുകളാണെങ്കിൽ കൂടി നമുക്ക് കിട്ടിയ നമ്മുടെ നല്ല സ്റ്റാഫുകളുണ്ട്. അപ്പൊ ഇവിടെ ഒരു ഫാമിലിയാണ് ഉള്ളത്, ഒരു ഭാര്യ ഭർത്താവാണ് ഉള്ളത്. അവര് അന്യദേശ തൊഴിലാളികളാണ്. അവര് നമ്മുടെ ഇവിടെ അടുത്ത് വന്നുകൂടി താമസിക്കുക. അപ്പൊ അവരെ ഈ ഇതിലേക്ക്, നമ്മുടെ ഈ വർക്കിലേക്ക് സ്കിൽ ചെയ്ത് ട്രെയിൻ ചെയ്ത് പഠിപ്പിച്ചുകൊണ്ട് ഇപ്പൊ പ്രസന്റ്ലി അവരാണ് നമ്മുടെ 2 സ്റ്റാഫുള്ളത്. ഒരു ഭാര്യ ഭർത്താവ്, 2 അന്യസംസ്ഥാന ആൾക്കാരാണ്. അവരാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് റൈറ്റ് നൗ. തീർച്ചയായും സ്വാഗതമായിട്ട് ഞാൻ പറയുള്ളൂ. എന്താ കാരണം വെച്ചെങ്കിൽ സംരംഭകർ എപ്പോഴും നമ്മുടെ ഒരു കേരളത്തിന്റെ നമ്മുടെ ഇതിനൊരു നെടുന്തൂടാന്ന് പറയും. കാരണം അവരുടെ ചിന്താഗതികളാണല്ലോ സാധാരണക്കാർക്കും ആവശ്യങ്ങൾ ഉണ്ടാവുന്നത്. ഒരിക്കലും ഒരു സയന്റിസ്റ്റ് ഒരിക്കലും പെട്ടെന്ന് ഉണ്ടാവുന്നതല്ല. ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് ഒരു സയന്റിസ്റ്റ് ഉണ്ടാവുന്നതല്ല. കാലം അവനെ ആവശ്യക്കാരുള്ളതുകൊണ്ട് അവന് അതാകുകയാണ്. അന്ന മാതിരി നമ്മുടെ സംരംഭകർ പുതിയത് ഇനിയും വരണം. നമ്മുടെ കേരളത്തിലെ അന്തരീക്ഷം നല്ലതാണ്. പിന്നെ നമ്മുടെ ഗവൺമെന്റ് അതിന് വേണ്ടിയിട്ടുള്ള പലവിധ സ്കീമുകളുണ്ട്. ഇപ്പൊ PMEGP സ്കീം, അതിനൊക്കെ നമുക്ക് എന്താ പറയാ, ഇതിൽ ചെയ്യേണ്ട പേയ്മെന്റ് പൈസ ഒരു പ്രശ്നമല്ല. പക്ഷെ ഞാൻ പറയാനുള്ളത് പറഞ്ഞാൽ ഒരു പുതിയ സംരംഭകന് ആവശ്യം എന്താ വെച്ചാൽ വിഷനാണ്, ഒരു ദീർഘവീക്ഷണാണ് ആവശ്യം. അവന് അതിലൊരു പാഷനേറ്റ് ആവണം. അവന് പാഷനേറ്റ് ആണെങ്കിൽ തീർച്ചയായും അതിന് നല്ലൊരു സംവിധാനം നമ്മുടെ കേരളത്തിലുണ്ട്. പഞ്ചായത്ത് തലത്തിലും ഈ പഞ്ചായത്തായാലും ബ്ലോക്ക് ആയാലും നമുക്ക് എല്ലാത്തിനും നമുക്ക് സപ്പോർട്ടീവ് മെക്കാനിസം അവിടെ ഉള്ളത്. അപ്പൊ ഞാൻ പറയുക ഒരു പുതിയ സംരംഭം, സാറിന്റെ ചോദ്യം അങ്ങനെ ആയതുകൊണ്ട് പുതിയ സംരംഭത്തിന് വേണ്ടത് ഒരു കാഴ്ചപ്പാടും നല്ലൊരു മാർക്കറ്റ് പൊട്ടൻഷ്യലും അറിഞ്ഞിട്ട് വേണം നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യേണ്ടത്. എന്നിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും നീക്കി ചെയ്യണമെന്നാണ് എൻ്റെ ഒരു ഇതിൽ. പിന്നെ അതിനെക്കുറിച്ച് പഠിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് നന്നാണ്. എന്റെ പേരൻസ് എന്ന് പറഞ്ഞാൽ എനിക്ക് അച്ഛൻ അമ്മ ഉണ്ടായിരുന്നവര്. സാധാരണക്കാരൻ അച്ഛൻ BSNL എംപ്ലോയി ആണ്, അവിടുന്ന് റിട്ടയർ ആയതാണ്. അദ്ദേഹം ഇന്ന് മരണപ്പെട്ടു, ഞങ്ങളില്ല. അതിന് അച്ഛൻ അമ്മ. പിന്നെ എനിക്ക് അനിയത്തിയാണുള്ളത്. അനിയത്തി മാരേജ് കഴിഞ്ഞ് അവര് പോയിരുന്നു. ഇപ്പൊ വീട്ടില് ഞാനും വൈഫും ഉണ്ട്. ആളും ടീച്ചിങ് ഫീൽഡ് തന്നെയാണ്, കോളേജിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. എനിക്ക് മക്കള് 3 ആൺകുട്ടികളാണുള്ളത്. അവർ പഠിച്ചുകൊണ്ടിരിക്കുന്നു. സാത്വിക്, സ്വസ്തിക്, സാവനിക് എന്നാണ് അവരുടെ പേര്. രേഷ്മ എന്നാണ് എൻ്റെ വൈഫിന്റെ പേര്. രാജമ്മ എന്നാണ് എൻ്റെ അമ്മയുടെ പേര്. ഭരതൻ എന്നാണ് എൻ്റെ അച്ഛന്റെ പേര്. എൻ്റെ റോൾ മോഡൽ എന്ന് ചോദിക്കുകയാണെങ്കിൽ എൻ്റെ അമ്മ എൻ്റെ ഒരു റോൾ മോഡലാണ്. എൻ്റെ അച്ഛൻ എൻ്റെ ഒരു റോൾ മോഡലാണ്. കാരണം എന്താ വെച്ചെങ്കിൽ അച്ഛൻ ആളെന്ന് പറഞ്ഞെങ്കിൽ ആള് BSNL വർക്ക് ചെയ്യുന്ന ആള് പറഞ്ഞു. ആള് ഹാർഡ് വർക്കാണ്. ആൾക്കും ഹാർഡ് വർക്ക് പറഞ്ഞാൽ ഏതൊരു വർക്കും അദ്ദേഹത്തിനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ആള് ഡ്യൂട്ടി ടൈം അങ്ങനെ ഒന്നും നോക്കാറില്ല. ഏതു കാര്യങ്ങൾക്കും അച്ഛൻ എപ്പോഴും ഇറങ്ങി നോക്കി പ്രശ്നങ്ങൾ പരിഹരിക്കാറുണ്ട്. അതുകൊണ്ട് അച്ഛനൊരു എൻ്റെ റോൾ മോഡലാണ്. രണ്ടാമത്തെ ആദ്യം അമ്മയുടെ പേര് പറയാൻ കാരണം അമ്മ നല്ലൊരു റോൾ മോഡലാണ്. എൻ്റെ എല്ലാ കാര്യങ്ങൾക്കും അമ്മയ്ക്ക് സ്വന്തമായിട്ട് അമ്മ തുന്നൽ പരിശീലനം ഒന്നും ഇല്ലാതെ അമ്മ തുന്നൽ പഠിച്ചിരുന്നു, ചെയ്തു കൊടുത്തിരുന്നു. എല്ലാ ആൾക്കാർക്കും ഉപകാരപ്പെട്ടിരുന്നു. അപ്പൊ അവിടുന്ന് ഞാൻ എന്റെ ചെറുപ്പത്തിലൊക്കെ ചില കാര്യങ്ങളൊക്കെ നിറവേറ്റിയത് എൻ്റെ അമ്മയിലൂടെയാണ്. അമ്മ എനിക്ക് പല കാര്യങ്ങളും തരാറുണ്ട്. അതിന് കാരണം എന്ന് വെച്ചെങ്കിൽ അമ്മ ഇവിടെ തുന്നാൻ വരുന്ന ചേച്ചിമാര് പറയും നല്ല ഭംഗിയില് അമ്മ തുന്നി കൊടുക്കാറുണ്ട്, നല്ല സൂട്ടബിൾ ആയിട്ട് എനിക്ക് ഇടാൻ പറ്റാറുണ്ട്. അപ്പൊ അമ്മയ്ക്ക് അതിനൊരു കാഴ്ചപ്പാടുണ്ട്, അത് ഉണ്ടായിരുന്നു. പിന്നെ അമ്മയ്ക്ക് സ്വന്തമായിട്ട് പല രീതിയിലും ഉണ്ടാകും. ഇപ്പൊ റീസെന്റ് എൻ്റെ അമ്മ വീട്ടിൽ നെറ്റിപ്പട്ടം ഉണ്ടാക്കിയത് അമ്മ പഠിച്ചിട്ടൊന്നല്ല, അമ്മ ഉണ്ടാക്കിയിരുന്നു. അത് സത്യം പറഞ്ഞാൽ അതും നമ്മുടെ ഈ മീഡിയയിലൂടെ കാണിക്കേണ്ട തന്നെ ഞാൻ പറഞ്ഞു. കാരണം അമ്മ അതൊന്നും പഠിച്ചിട്ടില്ല, അമ്മ തനിയെ എല്ലാം നോക്കി ചെയ്തതാണ്. അപ്പൊ റോൾ മോഡൽ എന്ന പദവിക്ക് ആദ്യം എൻ്റെ അമ്മ എന്ന് പറയും, രണ്ടാമതെന്നല്ല ഒപ്പം കൂടി എൻ്റെ അച്ഛനും. ഇവര് രണ്ടാണ് എൻ്റെ റോൾ മോഡൽ. സക്സസ് മന്ത്ര എന്ന് പറഞ്ഞാൽ സ്പാർക്ക് ഇൻഡസ്ട്രി ഒറ്റ കാര്യം എനിക്ക് പറയുള്ളൂ, ക്വാളിറ്റി.
ക്വാളിറ്റി മാർക്കറ്റ് പൊട്ടൻഷ്യലില് ഞാൻ ക്വാളിറ്റി ശ്രദ്ധിക്കാറുണ്ട്. രണ്ടാമത്തെ പറഞ്ഞ മാർക്കറ്റിൽ ഉള്ളത്, ഞാൻ ഇപ്പൊ ഒരു ഫിറ്റിംഗ്സിന്റെ കാര്യം പറഞ്ഞപ്പോ നമ്മുടെ ത്രെഡഡ് എൻഡ് ക്യാപ്പ് മാർക്കറ്റിൽ ആകെ ഉള്ള ഇതെന്ന് പറഞ്ഞാൽ കളേഴ്സ് 3 കളേഴ്സാണ്. ഒന്ന് ബ്ലാക്ക്, 2 വൈറ്റ്, 3 ബ്ലൂ ആണ്. ബാക്കി കളേഴ്സ് എന്തുകൊണ്ട് വരുന്നില്ല എന്ന് എനിക്ക് അറിയില്ല. ബാക്കി എല്ലാ കളേഴ്സും ഈ സ്പാർക്ക് എന്നാണ് ഇവിടുന്നാണ് ഉണ്ടാക്കി കൊടുത്തത്, കളേഴ്സിലുള്ള ഫിറ്റിംഗ്സിൽ വെച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് അത് ഭയങ്കര അത്ഭുതം തോന്നിയിട്ടുണ്ട്, എന്തുകൊണ്ടാണ് അതൊന്നും വരാത്തതെന്ന് തോന്നുന്നത്. അപ്പൊ ഞാൻ ചിന്തിക്കുന്നത് പ്ലാസ്റ്റിക്കിലെ ക്വാളിറ്റിയും എന്നാൽ ഇഷ്ടപ്പെടാനുള്ള കാര്യം പറഞ്ഞാൽ അതിന്റെ കളേഴ്സും ആണ്. എനിക്ക് കുറെ എന്റെ സ്വന്തമായി കുറെ കണ്ടുപിടുത്തങ്ങളുണ്ട്, ഞാൻ ഇപ്പൊ പരിചയപ്പെടുത്താം. നമ്മുടെ ഏറ്റവും പാൻഡമിക് സിറ്റുവേഷൻ ആയിരുന്നല്ലോ കോവിഡ് പോലുള്ളൊരു ഇതിലുള്ള സമയത്ത്. ഞാൻ എന്റെ കോളേജിൽ തന്നെ നാഷണൽ സർവീസ് സ്കീം NSSന്റെ പ്രോഗ്രാം ഓഫീസർ കൂടി ആയിരുന്നു. ഇപ്പൊ ഞാൻ റീസെന്റ് റിട്ടയർഡ് മാറിയതാണ് സ്ഥാനം. അപ്പൊ ഞാൻ ചിന്തിച്ചെന്ന് വെച്ചെങ്കിൽ ഇനി കോവിഡ് ആയി കഴിഞ്ഞാൽ എല്ലാവരും ലോക്കൗട്ട്, ഇവിടെ എല്ലാവരും വീട്ടിലകത്താണ്. ഇനി ഇറങ്ങുകയാണെങ്കിൽ തന്നെ സാനിറ്റൈസർ നമുക്ക് ചെയ്യണം, പുറത്ത് മാസ്ക് യൂസ് ചെയ്യണം എന്നൊക്കെ ആയിരുന്നു. അപ്പൊ ഞാൻ ചിന്തിച്ചു മാസ്ക് ഇനി ഒരിക്കലും മാറ്റം വരില്ല. അപ്പൊ മാസ്കിൽ ഞാൻ ചിന്തിച്ചു ഇനിയിപ്പോ മാസ്കിൽ എന്താണ്. അപ്പൊ ഞാൻ മാസ്കില് ചെറിയ ഒരു ഹോള് കൊടുത്ത് പ്ലാസ്റ്റിക്കിന്റെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് ഞാൻ ചിന്തിച്ചിരുന്നു, അത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഞാൻ ചിന്തിച്ച സമയത്താണ് അത് നമുക്ക് ഇവിടെ നമ്മുടെ മെഷീൻ കമ്പനിയിൽ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഞാൻ ചിന്തിച്ച സമയത്താണ് സാനിറ്റൈസർ ഡിസ്പെൻസർ. അന്നത്തെ സമയത്ത് നമുക്ക് അറിയാൻ പറ്റും, നമുക്ക് ആ കാലം കഴിഞ്ഞ കൊണ്ട് അത്ര ദൂരമല്ലല്ലോ, അപ്പൊ എല്ലാവർക്കും അറിയാൻ പറ്റും. ഈ സാനിറ്റൈസർ ഡിസ്പെൻസർ നമ്മളെ എക്സ്പെൻസീവ് ആയിരുന്നു, ഏകദേശം 3000-4000 രൂപ വേണമായിരുന്നു ഒരു സാനിറ്റൈസർ യൂണിറ്റിന്. അപ്പൊ ആ സാനിറ്റൈസർ ഡിസ്പെൻസർ എന്റെ ഡിസൈനില് നമ്മുടെ കമ്പനിയിലുള്ള പ്രൊഡക്റ്റുകൾ എടുത്തുകൊണ്ട് എന്റെ ഡിസൈനില് വിത്ത് ഹെൽപ്പ് ഓഫ് സെൻസേഴ്സ് ഒക്കെ വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതാ ഞാൻ പറഞ്ഞ ഈ അവസരം ഞാൻ എന്റെ എന്താ പറയാ അപ്രൈസിലാണ് ഞാൻ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. അത് ഞാൻ ഉണ്ടാക്കിയാണ്, അതൊന്നും എന്റെ കണ്ടുപിടുത്തത്തിൽ പെട്ടതാണ്. പിന്നെ ഉണ്ടായത് പറഞ്ഞാൽ കുട്ടികളുടെ ഇപ്പൊ എഞ്ചിനീയറിംഗ് കോളേജിലെ കുട്ടികളുടെ ഒരു ലാബിൽ വേണ്ട ഒരു ഡിജിറ്റൽ എക്സ്പെരിമെന്റ് ചെയ്യുന്ന ഒരു ട്രെയിനർ കിറ്റ്, അത് എന്റെ ഡിസൈനിൽ ഞാൻ ഉണ്ടാക്കി. എന്റെ ഒരു ഫ്യൂച്ചർ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും എല്ലാ യുവ സംരംഭകരെ പോലെ എന്റെ ഒരു ഫ്യൂച്ചർ പ്ലാൻ പറഞ്ഞാൽ ഇതിന്റെ അടുത്തൊരു സ്റ്റെപ്പിലേക്ക് വലുതാക്കാനുള്ള സംവിധാനം, അതാണ് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം എനിക്ക് ഒരു കാര്യം കൂടി ചിന്തിക്കേണ്ടതുണ്ട്. പ്ലാസ്റ്റിക്കിലെ വലിയ മെഷീൻ ഇട്ടിട്ട് നമുക്ക് വേണ്ട ഡെയിലി ആവശ്യമുള്ള ഹോൾസ് ഉണ്ടാക്കണം, അതേപോലെ പൈപ്പുകൾ ഉണ്ടാക്കണം. അതൊക്കെയാണ് എൻ്റെ ഒരു വിഷൻ. ഇനി കുറച്ചധികം പോവേണ്ടതുണ്ട്, കാരണം ബഡ്ജറ്റ് ആയാലും ശരി അതിന്റെ സംവിധാനങ്ങളായാലും ശരി കുറച്ച് പഠിക്കേണ്ടതുണ്ട്. അതാണ് എൻ്റെ ഒരു ഇത്. ഈ സ്ഥാപനം നിലകൊള്ളുന്നത് മേലെ വെട്ടിക്കാട്ടിരി മെയിൻ ബസ് സ്റ്റോപ്പിൽ തന്നെയാണ്. ഇത് സറൗണ്ടിങ്സ് എന്റെ ബിൽഡിങ്ങിൽ തന്നെയാണ്. ഇതിനകത്ത് തന്നെയാണ് സ്പാർക്ക് ഇൻഡസ്ട്രിയിൽ ഉള്ളത്. ഇവിടെ ഇത് നമ്മള് എല്ലായിടത്തും വ്യാപിക്കുന്ന ആയതുകൊണ്ട് നമ്മുടെ അടുത്ത നമ്മുടെ ലൊക്കേഷൻ പറയുകയെങ്കിൽ കേരള കലാമണ്ഡലം നമ്മുടെ സ്ഥാപനത്തിന് ഏകദേശം 1 കിലോമീറ്റർ വരുന്നുള്ളൂ.